നമസ്കാരം. ഈ ഞങ്ങളുടെ പ്രേക്ഷകരുടെ പ്രതികരണം പലപ്പോഴും ഞങ്ങൾ വായിക്കാറുണ്ട്. പക്ഷേ അത് ഞങ്ങൾ ഈ പ്രേക്ഷകരെ അറിയിക്കാറില്ല. എന്നാൽ ചില പ്രധാനപ്പെട്ട കമൻറ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അതായത് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, ജനങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നു, ജനങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഞങ്ങൾ അവതരിപ്പിക്കുന്ന വീഡിയോയുടെ കീഴെ വരുന്ന കമൻറ്റുകൾ പലതും. തീർച്ചയായിട്ടും ഇവരെല്ലാം ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകളെ പരിപൂർണമായി പിന്താങ്ങിക്കൊണ്ടുള്ള കമൻറ്റുകളാണ് ധാരാളം വന്നിട്ടുള്ളത്. ഞങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളോട് യോജിക്കുകയും ചെയ്യുന്നുണ്ട് അവർ. സ്വാഭാവികമായിട്ടും അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്ന പോലെ, നമ്മുടെ ജനങ്ങൾ ചിന്തിക്കുന്നത് പോലെ, ജനങ്ങളുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ, അവരുടെ പൾസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ അപഗ്രഥിക്കുന്നതും ചർച്ച ചെയ്യുന്നതും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതും എന്നത് ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ജനങ്ങൾ അത്രമാത്രം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോകളെ എന്നാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അവരുടെ കമൻറ്റുകൾ പലതും നമ്മൾക്ക് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഞങ്ങൾക്ക് കൂടി പ്രചോദനം നൽകുന്നതാണ് അവരുടെ കമൻറ്റുകൾ. അതിൽ ഒരു നിരവധി കമൻറ്റുകളുണ്ട്. പക്ഷേ ഒരു വീഡിയോയിൽ ഇന്ന് 2 മണിക്കൂർ മുമ്പ് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ഒരു വാർത്തയ്ക്ക് കീഴിൽ വന്ന ഒരു കമൻറ്റ് ഏറ്റവും പ്രധാനമാണ്. കോൺഗ്രസ്സുകാരെ ഇങ്ങനെ തല്ലിച്ചതച്ചിട്ടും ഇവർ നിയമപരമായ ഒരു നടപടിയും മുതിരാത്തത് ശരിയായ നിലപാടല്ല. കോൺഗ്രസിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഈ സർക്കാരിൻ്റെ പ്രതികാരം കൂടി വരും. ഇവിടെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥത കൂടി വരുന്ന അവസ്ഥയിൽ BJPയുടെ സഹകരണത്തോടെയാണെങ്കിൽ പോലും ഇവരെ മാറ്റി നിർത്തേണ്ടത് നാടിൻ്റെ ആവശ്യമായിരിക്കുന്നു. ജനങ്ങളുടെ വികാരമാണ് ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുന്നത്. അതായത് കോൺഗ്രസ് ഇത്രയധികം തല്ലിയിട്ടും, അതായത് കണ്ണൂരിൽ നിന്നും കൊല്ലം വരെയും തല്ലുകൊണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് നിയമ നടപടി എടുക്കാത്തത്? സംശയമുണ്ട്. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പരിപൂർണമായും ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഓരോ സ്ഥലത്തും അക്രമം നടക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ നിയമ നടപടി എടുക്കുന്നില്ല എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് അവസാനിപ്പിക്കേണ്ടതാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അതിന് BJP ആയിട്ട് താൽക്കാലികമായിട്ടാണെങ്കിൽ BJP ആയിട്ട് സഹകരിച്ചു കൊണ്ടാണെങ്കിൽ പോലും ഈ ഭരണം അവസാനിപ്പിക്കേണ്ടതാണ് എന്നാണ് ആ പ്രേക്ഷകൻ പറയുന്നത്. ജനങ്ങളുടെ മനസ്സിലെ കാര്യമാണ്. കേസ് എടുത്തില്ലെങ്കിൽ പോലീസിനെതിരെ കൂടി ചേർത്ത് കോടതിയിൽ നേരിട്ട് കേസ് കൊടുക്കണം, കോടതി നോക്കിക്കോളും പിന്നെ എല്ലാം എന്നാണ് അതിൻ്റെ അർത്ഥം. ജനങ്ങൾക്ക് ഇപ്പോഴാകെ ഒരു പ്രതീക്ഷയുള്ളത് കോടതിക്കാണ്. ആ കോടതിയിലേക്ക് നിങ്ങൾ പോകണം എന്ന് തന്നെ മറ്റൊരു പ്രേക്ഷകൻ പറഞ്ഞത്. പിന്നെ നിരവധി ഒരു ഗൺമാൻ മാത്രമല്ല, മുഖ്യൻ്റെ സെക്യൂരിറ്റി എല്ലാം കൂടി തല്ലി എന്നതാണ്. ആ തല്ലലിനെ കുറിച്ചുള്ള വാർത്തയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഗൺമാൻ ആക്രമിച്ചു, ഗൺമാൻ മാത്രമല്ല അവിടെയുള്ള സെക്യൂരിറ്റി വന്ന് എല്ലാവരും കയറി ആക്രമിച്ചു എന്നാണ് ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാണിച്ചത്. അത് ശരി തന്നെയാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. കോടതിയിൽ കേസ് ഫയൽ ചെയ്യാമല്ലോ, ആ പ്രതിപക്ഷ നേതാവെന്ന് കേരളം ധരിച്ചു വച്ചിരിക്കുന്ന ഒരുത്തൻ ഉണ്ടല്ലോ, അയാൾ എവിടെ എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കൃത്യമായ പ്രതികരണമാണ്. പ്രതിപക്ഷ നേതാവെന്ന ഒരുത്തൻ ഉണ്ടല്ലോ, അത് അവരുടെ പ്രയോഗമാണ്. ഞാനത് അതുപോലെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ, നമ്മളങ്ങനെ പ്രയോഗിക്കുന്നില്ല. അപ്പോൾ അയാൾ എവിടെ എന്നാണ് ചോദിച്ചത്. ഇതിന് വ്യക്തമായിട്ടും നിയമ നടപടി എടുക്കാമല്ലോ, ഇയാൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നതാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ കുറ്റകൃത്യങ്ങളും നടക്കുന്നത് ഒരു മുഖ്യമന്ത്രിയെ ദിക്സാക്ഷിയാക്കിയിട്ടാണല്ലോ, ഇതെന്താണ് കേരളം എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചത്. ഇങ്ങനെ നിരവധി പ്രതികരണങ്ങളാണ്. പ്രതികരിക്കാൻ കഴിയാത്ത പ്രസ്താവന കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടുന്ന കോൺഗ്രസ്സുകാർക്ക് BJPക്ക് സല്യൂട്ട് ചെയ്യൂ, നാണക്കേട് ഒഴിവാക്കാം എന്നാണ് മറ്റൊരു. അയാൾ ചിലപ്പോൾ ഒരു BJPക്കാരനായിരിക്കാം. എന്തായാലും അയാൾ പറഞ്ഞിരിക്കുന്നത് പ്രതികരിക്കാൻ കഴിയാത്ത പ്രസ്താവന കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടുന്ന കോൺഗ്രസ്സുകാർ എന്നാണ് ആ പ്രയോഗം. കോൺഗ്രസ്സുകാർ പക്ഷേ ഇപ്പോൾ ഞാൻ ഈ കമൻറ്റ് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൻ്റെ 564 പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടക്കുന്നു, പലയിടത്തും സംഘർഷം നടക്കുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനിടയിലും ഗുരുതരമായ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ, പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടതുപോലെ കോൺഗ്രസ്സുകാർ അവസാന നിമിഷമെങ്കിലും പ്രതികരിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു. പിന്നെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിച്ച് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ്. അത് കോൺഗ്രസ് ചെയ്യുമോ എന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്.